നമസ്തേ. ജനാധിപത്യത്തിന്റെ പേരിൽ നടന്നത് പ്രതിഷേധമോ അതോ രാജ്യതലസ്ഥാനത്തെ ലക്ഷ്യമിട്ട ഒരു വലിയ രാഷ്ട്രീയ നീക്കമോ? പ്രധാനമന്ത്രിയുടെ ഔദ്യോഗിക വസതിയിലേക്ക് മാർച്ച്, തെരുവുകളിൽ അക്രമം, പോലീസ് കേസുകൾ, നേതാക്കളുടെ അറസ്റ്റ്, പിന്നെ സംഭവങ്ങൾക്ക് ദിവസങ്ങൾ മുമ്പ് തന്നെ അമേരിക്കൻ എംബസിയുടെ അസാധാരണ മുന്നറിയിപ്പ്. ജൂലൈ 20-21 ദില്ലിയിൽ നടന്ന സംഭവങ്ങൾ വെറും പ്രതിഷേധമല്ലെന്നും അതിനു പിന്നിൽ ആസൂത്രിതമായ ഗൂഢാലോചനയുണ്ടോ എന്ന ചോദ്യമാണ് ഇപ്പോൾ ഉയരുന്നത്. ഭരണഘടനയെ സംരക്ഷിക്കുമെന്ന് സത്യപ്രതിജ്ഞ ചെയ്ത ജനപ്രതിനിധികൾ തന്നെ അതീവ സുരക്ഷാ മേഖലകളിലേക്ക് പ്രതിഷേധവുമായി എത്തുമ്പോൾ അത് ജനാധിപത്യത്തിന്റെ ശക്തിയോ അതോ ഭരണഘടനയുടെ ആത്മാവിനുള്ള വെല്ലുവിളിയോ? ഈ സംഭവങ്ങൾക്ക് പിന്നിലെ യാഥാർത്ഥ്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് പരിശോധിക്കാം. കഴിഞ്ഞ ദിവസങ്ങളിൽ അരങ്ങേറിയ അക്രമാസക്തമായ പ്രതിഷേധങ്ങളും പ്രധാനമന്ത്രിയുടെ ഔദ്യോഗിക വസതിയിലേക്ക് നടത്തിയ മാർച്ചും തുടർന്ന് നേതാക്കളെ പോലീസ് കസ്റ്റഡിയിലെടുത്ത സംഭവങ്ങളും രാജ്യത്ത് വലിയ രാഷ്ട്രീയ വിവാദത്തിന് വഴിവെച്ചിരിക്കുകയാണ്. ഈ സംഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ ഭരണഘടനാ പദവികൾ വഹിക്കുന്ന ജനപ്രതിനിധികൾ അതീവ സുരക്ഷാ മേഖലയിലെ പ്രതിഷേധങ്ങളിൽ പങ്കെടുക്കുന്നതിന്റെ നിയമപരവും ഭരണഘടനാപരവുമായ പ്രത്യാഘാതങ്ങളെക്കുറിച്ചുള്ള ചർച്ചകൾ ഇപ്പോൾ ശക്തമായിരിക്കുകയാണ്. മുഖ്യമന്ത്രി വി ഡി സതീശൻ പ്രധാനമന്ത്രിയുടെ ഔദ്യോഗിക വസതിക്ക് സമീപം ധർണ നടത്തിയ നടപടി സത്യപ്രതിജ്ഞയുടെ ലംഘനമാണെന്നാണ് നിയമവിദഗ്ധരും ഭരണഘടനാ നിരീക്ഷകരും അഭിപ്രായപ്പെടുന്നത്. മുഖ്യമന്ത്രി ഭരണഘടനയുടെ ആർട്ടിക്കിൾ 164(3) പ്രകാരം, MP പ്രതിപക്ഷ നേതാവ് ആർട്ടിക്കിൾ 99 പ്രകാരം ഭരണഘടനയെ സംരക്ഷിക്കുമെന്നും നിയമം പാലിക്കുമെന്നും സത്യപ്രതിജ്ഞ ചെയ്യുന്നു. നിരോധനാജ്ഞ നിലവിലുള്ള അതീവ സുരക്ഷാ മേഖലയിലേക്ക് മനഃപൂർവ്വം പ്രവേശിച്ച് നിയമം ലംഘിക്കുന്നത് സത്യപ്രതിജ്ഞയ്ക്ക് വിരുദ്ധമാണെന്ന വാദമാണ്. സത്യപ്രതിജ്ഞയുടെ ഭാഗമായി ഭരണഘടനയെ സംരക്ഷിക്കുമെന്നാണ് ജനപ്രതിനിധികൾ പ്രതിജ്ഞ ചെയ്യുന്നത്. പ്രധാനമന്ത്രി എന്ന ഭരണഘടനാ പദവിയുടെ പ്രവർത്തനത്തെ തടസ്സപ്പെടുത്തുകയോ ഔദ്യോഗിക വസതി ഉപരോധിക്കുകയോ ചെയ്യുന്നത് ഭരണഘടനാ സംവിധാനത്തെ തന്നെ ബാധിക്കുമെന്ന നടപടിയായി വ്യാഖ്യാനിക്കപ്പെടാമെന്നാണ് വിലയിരുത്തൽ. SPG ആക്ട് 1988 പ്രകാരം പ്രധാനമന്ത്രിയുടെ ഔദ്യോഗിക വസതി അതീവ സുരക്ഷാ മേഖലയാണ്. ഈ സുരക്ഷാ പ്രോട്ടോകോൾ അറിഞ്ഞുകൊണ്ട് ലംഘിക്കുന്നത് ദേശീയ സുരക്ഷയുമായി ബന്ധപ്പെട്ട വിഷയമായി പരിശോധിക്കപ്പെടാമെന്നാണ് വാദം. മുഖ്യമന്ത്രി ഒരു സംസ്ഥാനത്തിന്റെ ഭരണത്തലവനാണ്. നിയമവും ക്രമസമാധാനവും പാലിക്കേണ്ട ഉത്തരവാദിത്വമുള്ള വ്യക്തി തന്നെ നിരോധനാജ്ഞ ലംഘിച്ച് റോഡ് ഉപരോധിക്കുന്നതോ പ്രതിഷേധത്തിന് നേതൃത്വം നൽകുന്നതോ പദവിയുടെ അന്തസ്സിന് യോജിച്ചതല്ലെന്നും സത്യപ്രതിജ്ഞയിലെ കർത്തവ്യ നിർവഹണം എന്ന ആശയത്തിന് വിരുദ്ധമാണെന്നുമാണ് ഉയരുന്ന വിമർശനം. ഭരണഘടനയുടെ ആർട്ടിക്കിൾ 361 പ്രകാരം രാഷ്ട്രപതിക്കും ഗവർണർക്കും മാത്രമാണ് ചില പ്രത്യേക ഭരണഘടനാപരമായ പരിരക്ഷകൾ ലഭിക്കുന്നത്. മുഖ്യമന്ത്രിക്കോ പ്രതിപക്ഷ നേതാവിനോ അത്തരം പരിരക്ഷയില്ല. അതിനാൽ നിയമലംഘനം ഉണ്ടായിട്ടുണ്ടെങ്കിൽ സാധാരണ പൗരന്മാരെ പോലെ തന്നെ ബാധകമായ നിയമപ്രകാരം അന്വേഷണം നേരിടേണ്ടി വരുമെന്നാണ് നിയമവിദഗ്ധരുടെ അഭിപ്രായം. ദില്ലിയിൽ പ്രതിഷേധങ്ങൾക്ക് അനുവദിച്ചിട്ടുള്ള സ്ഥലങ്ങളെക്കുറിച്ച് സുപ്രീം കോടതി വിവിധ വിധികളിൽ നിരീക്ഷണങ്ങൾ നടത്തിയിട്ടുണ്ട്. അതീവ സുരക്ഷാ മേഖലയിലെ പ്രതിഷേധങ്ങൾ കോടതിയുടെ നിർദ്ദേശങ്ങളുടെ ആത്മാവിന് വിരുദ്ധമാണെന്ന വാദമാണ് ഉയരുന്നത്. സത്യപ്രതിജ്ഞ ലംഘിച്ചുവെന്ന ആരോപണം ഉയർന്നാൽ അത് ഭരണഘടനാപരമായ ചർച്ചയ്ക്ക് വിഷയമാകാം. ചിലർ ഇത്തരം കാര്യങ്ങൾ ഗവർണറുടെ ശ്രദ്ധയിൽപ്പെടുത്താവുന്നതാണെന്നും സാഹചര്യത്തിന്റെ ഗൗരവം അനുസരിച്ച് ഭരണഘടനാപരമായ നടപടികളെക്കുറിച്ചുള്ള ചർച്ചകൾ ഉയരാമെന്നുമാണ് അഭിപ്രായപ്പെടുന്നത്. സാഹചര്യങ്ങൾക്കനുസരിച്ച് VNSS വകുപ്പ് 163, മുൻ CRPC 144 ലംഘനം, നിയമവിരുദ്ധമായ സംഘം ചേരൽ, ഔദ്യോഗിക കൃത്യനിർവഹണം, തടസ്സപ്പെടുത്തൽ, റോഡ് തടസ്സപ്പെടുത്തൽ തുടങ്ങിയ വകുപ്പുകൾ പരിശോധിക്കപ്പെടാം. കൂടാതെ അവസാനമായി ഒരു രാഷ്ട്രീയ ചോദ്യവും ഉയരുന്നുണ്ട്. നാളെ തിരുവനന്തപുരം മേയർ കേരള മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയായ ക്ലിഫ് ഹൗസിന് മുന്നിൽ കിടന്നും ഇരുന്നും സമരം നടത്തിയാൽ അതും ഇതേ മാനദണ്ഡത്തിൽ അനുവദിക്കുമോ അതോ തടയുമോ എന്നതാണ് ആ ചോദ്യം. ജൂലൈ 20-21 തീയതികളിൽ ദില്ലിയിൽ അരങ്ങേറിയ പ്രതിഷേധങ്ങളും തുടർന്നുണ്ടായ സംഘർഷാവസ്ഥയെ മുൻകൂട്ടി ആസൂത്രണം ചെയ്ത നീക്കത്തിന്റെ ഭാഗമായിരുന്നോ എന്ന ചോദ്യവും ഇപ്പോൾ ഉയർന്നു വരുന്നു. കോൺഗ്രസ് നേതാക്കളായ രാഹുൽ ഗാന്ധിയുടെയും പ്രിയങ്ക ഗാന്ധിയുടെയും നേതൃത്വത്തിൽ പ്രധാനമന്ത്രിയുടെ വസതിയിലേക്കും പിന്നീട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഓഫീസിലേക്കും നടത്തിയ മാർച്ചും അതിന്റെ ദിവസങ്ങൾക്ക് മുമ്പ് അമേരിക്കൻ എംബസി പുറത്തിറക്കിയ മുന്നറിയിപ്പും ദേശീയ കർഷക സംഘടനകളുടെ പ്രതിഷേധ ആഹ്വാനവും ഈ ചർച്ചയ്ക്ക് ആക്കം കൂട്ടുകയാണ്. ജൂലൈ 17, അതായത് സംഭവങ്ങൾക്ക് 3 ദിവസം മുമ്പ് ദില്ലിയിലെ അമേരിക്കൻ എംബസി അമേരിക്കൻ പൗരന്മാർക്കായി പ്രത്യേക ജാഗ്രതാ നിർദ്ദേശം പുറത്തിറക്കിയിരുന്നു. ജൂലൈ 20-21 തീയതികളിൽ മധ്യ ദില്ലിയിൽ വലിയ ജനക്കൂട്ടം, ഗതാഗത തടസ്സം, കർശന സുരക്ഷാ നിയന്ത്രണങ്ങൾ എന്നിവ ഉണ്ടാകുമെന്ന് അതിൽ വ്യക്തമാക്കിയിരുന്നു. ജന്തർ മന്ദർ, പാർലമെന്റ് പരിസരം, കിസാൻ ഘട്ട് എന്നിവയും മുന്നറിയിപ്പിൽ പ്രത്യേകം പരാമർശിച്ചിരുന്നു. അമേരിക്കൻ എംബസിയുടെ മുന്നറിയിപ്പിൽ ജൂലൈ 21 ഏകദേശം 250 ദേശീയ കർഷക സംഘടനകളുടെ കൂട്ടായ്മ കിസാൻ ഘട്ടിൽ പ്രതിഷേധത്തിന് ആഹ്വാനം ചെയ്തിട്ടുണ്ടെന്നും അതിന്റെ ഭാഗമായി വലിയ ജനക്കൂട്ടം പ്രതീക്ഷിക്കപ്പെടുന്നുവെന്നും വ്യക്തമാക്കിയിരുന്നു. പാർലമെന്റിന്റെ മൺസൂൺ സമ്മേളനം ആരംഭിക്കുന്ന ജൂലൈ 20 വലിയ ജനക്കൂട്ടം ഉണ്ടാകുമെന്നും മുന്നറിയിപ്പിൽ പരാമർശമുണ്ടായിരുന്നു. ഇതിനിടെ കോൺഗ്രസ്
രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള നേതാക്കളെയും പ്രവർത്തകരെയും ദില്ലിയിലേക്ക് അണിനിരത്തിയിരുന്നു. കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരും മുതിർന്ന നേതാക്കളും ഉൾപ്പെടെ വലിയ സംഘമാണ് തലസ്ഥാനത്ത് ഇന്നലെ എത്തിയത്. വിവിധ സംസ്ഥാനങ്ങളിൽ ഒരേ സമയം പ്രതിഷേധ മാർച്ചുകൾ സംഘടിപ്പിക്കാനും പാർട്ടി ആഹ്വാനം ചെയ്തിരുന്നു. നീറ്റ് വിഷയത്തിൽ പാർലമെന്റിൽ ചർച്ച നടത്താമെന്ന ധാരണ കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗുമായുള്ള ചർച്ചയിൽ ഉണ്ടായിരുന്നുവെന്നാണ് കേന്ദ്ര സർക്കാർ വൃത്തങ്ങൾ പറയുന്നത്. എന്നാൽ പിന്നീട് കോൺഗ്രസ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെയും രാജി ആവശ്യപ്പെട്ടുകൊണ്ട് സമരം കടുപ്പിക്കുകയും പ്രധാനമന്ത്രിയുടെ വസതിയിലേക്കും തുടർന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഓഫീസിലേക്കും മാർച്ച് നടത്താൻ ശ്രമിക്കുകയും ചെയ്തുവെന്നാണ് സർക്കാർ വ്യക്തമാക്കുന്നത്. CJP അക്രമവുമായി ബന്ധപ്പെട്ട് പാർലമെന്റ് സ്ട്രീറ്റ്, കൊണാട്ട് പ്ലേസ്, മറ്റ് പോലീസ് സ്റ്റേഷനുകൾ എന്നിവിടങ്ങളിൽ 6 കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. പലതിലും ഭാരതീയ ന്യായ സംഹിത, ആയുധ നിയമം, പൊതുസ്വത്തിന് നാശനഷ്ടം തടയൽ നിയമം എന്നിവ ഒന്നിലധികം വകുപ്പുകൾ ചുമത്തിയിട്ടുണ്ടെന്നും അവർ പറഞ്ഞു. കൊണാട്ട് പ്ലേസിലെ റീഗൽ സിനിമയ്ക്ക് സമീപം നടന്ന അക്രമവും കല്ലേറവുമായി ബന്ധപ്പെട്ട് FIR രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. നിയമവിരുദ്ധമായി സംഘം ചേരൽ, പാർലമെന്റ് സമ്മേളനത്തിന്റെ അനധികൃതമായി ഡ്രോൺ പറത്തൽ, അക്രമത്തിന് പിന്നിലെ ഗൂഢാലോചന എന്നിവയുമായി ബന്ധപ്പെട്ടും പ്രത്യേകം കേസുകളുണ്ടെന്ന് പോലീസ് വൃത്തങ്ങൾ പറഞ്ഞു. ആക്രമണം, നിയമം കയ്യിലെടുക്കൽ, മറ്റ് അനുബന്ധ കുറ്റകൃത്യങ്ങൾ എന്നിവയുമായി ബന്ധപ്പെട്ട് FIRകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്ന് പോലീസ് വൃത്തങ്ങൾ വ്യക്തമാക്കിയിരിക്കുകയാണ്. പാർലമെന്റ് സ്ട്രീറ്റ് സ്റ്റേഷനിൽ ഫയൽ ചെയ്ത FIR BNS സെക്ഷൻ 223, സെക്ഷൻ 221, സെക്ഷൻ 132, സെക്ഷൻ 121, നിയമവിരുദ്ധമായി സംഘം ചേരൽ, കലാപം, അക്രമം എന്നിവ കൈകാര്യം ചെയ്യുന്ന 189, 190, 191, 192 വകുപ്പുകൾ, പൊതു ഉദ്ദേശവുമായി ബന്ധപ്പെട്ട 324, 109, 125, 3 വകുപ്പുകൾ, ക്രിമിനൽ ഗൂഢാലോചനയെക്കുറിച്ചുള്ള 61 വകുപ്പുകൾ, പൊതുസ്വത്തിന് നാശനഷ്ടം തടയൽ എന്ന നിയമത്തിലെ വ്യവസ്ഥകളും FIRൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. FIR പ്രകാരം പ്രതികൾ നിയമവിരുദ്ധമായി സംഘം ചേർന്നു, പൊതുക്രമം തടസ്സപ്പെടുത്തി, സർക്കാർ ഉദ്യോഗസ്ഥരുടെ ചുമതലകൾ നിർവഹിക്കുന്നതിൽ നിന്ന് തടഞ്ഞു, അക്രമത്തിൽ ഏർപ്പെട്ടു, പൊതുസ്വത്തിന് നാശനഷ്ടം വരുത്തി, പ്രതിഷേധത്തിനിടെ പ്രതിഷേധക്കാർ പോലീസ് ഉദ്യോഗസ്ഥർക്ക് നേരെ കല്ലെറിഞ്ഞു, പ്രദേശത്ത് വിന്യസിച്ചിരിക്കുന്ന നിരവധി പോലീസ് വാഹനങ്ങൾക്ക് കേടുപാടുകൾ വരുത്തി തുടങ്ങി ഒട്ടേറെ കുറ്റകൃത്യങ്ങൾ ചാർത്തും. അക്രമത്തിൽ ഉൾപ്പെട്ടവരെ തിരിച്ചറിയാൻ അന്വേഷണ ഉദ്യോഗസ്ഥർ CCTV ദൃശ്യങ്ങൾ, ഡ്രോൺ ദൃശ്യങ്ങൾ, മൊബൈൽ ഫോൺ വീഡിയോകൾ, മറ്റ് ഇലക്ട്രോണിക് തെളിവുകൾ എന്നിവ പരിശോധിച്ചു വരികയാണ്. അന്വേഷണത്തിന്റെ ഭാഗമായി സോഷ്യൽ മീഡിയ ഉള്ളടക്കവും മറ്റു ഡിജിറ്റൽ മെറ്റീരിയലുകളും അവർ വിശകലനം ചെയ്യുന്നുണ്ടെന്ന് വൃത്തങ്ങൾ പറഞ്ഞു. പൊതുസ്വത്തിന് നാശനഷ്ടം തടയൽ എന്ന നിയമത്തിലെ വ്യവസ്ഥകളും FIRൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. FIR പ്രകാരം പ്രതികൾ നിയമവിരുദ്ധമായി സംഘം ചേർന്ന് പൊതുക്രമം തടസ്സപ്പെടുത്തി, സർക്കാർ ഉദ്യോഗസ്ഥരുടെ ചുമതലകൾ നിർവഹിക്കുന്നതിൽ നിന്ന് തടഞ്ഞു, അക്രമത്തിൽ ഏർപ്പെട്ടു, പാർലമെന്റ് സമ്മേളനത്തിനിടെ ദില്ലി ജില്ലയിൽ ഡ്രോൺ അനധികൃതമായി പറത്തിയതുമായി ബന്ധപ്പെട്ടും അക്രമത്തിന് പിന്നിലെ ഗൂഢാലോചനയുമായി ബന്ധപ്പെട്ടും FIR രജിസ്റ്റർ ചെയ്തതായിട്ട് അന്വേഷണ ഉദ്യോഗസ്ഥർ അവകാശപ്പെട്ടു. ദൃശ്യങ്ങളുടെ ആധികാരികത പരിശോധിച്ചു വരികയാണെന്നും ബാധകമായ ഡ്രോൺ ചട്ടങ്ങളുടെ ലംഘനങ്ങൾ പരിശോധിക്കുകയാണെന്നും ദില്ലി പോലീസ് നേരത്തെ പറഞ്ഞിരുന്നു. അതേസമയം നീറ്റ് പരീക്ഷാ ക്രമക്കേടിൽ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ആവശ്യപ്പെട്ടുകൊണ്ട് കോക്രോച്ച് ജനതാ പാർട്ടി നടത്തുന്ന അനിശ്ചിതകാല പ്രക്ഷോഭ സമരം ദില്ലി ജന്തർ മന്ദറിൽ തുടരുകയാണ്. ജന്തർ മന്ദറിലല്ലാതെ രാജ്യ തലസ്ഥാനത്തെ മറ്റൊരിടത്തും ഒത്തുകൂടാൻ പാർട്ടി ആഹ്വാനം ചെയ്തിട്ടില്ലെന്ന് CJP സ്ഥാപകൻ അഭിജിത് ദീപ്കെ ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുകയാണ്. അതായത് പിടി വീഴു എന്നറിഞ്ഞപ്പോൾ തലയൂരാനുള്ള ഒരു ശ്രമമായിട്ട് ഇതിനെ സംശയിക്കേണ്ടിയിരിക്കുന്നു. എന്തായാലും ജന്തർ മന്ദറിൽ തികച്ചും സമാധാനപരമായ രീതിയിലാണ് സമരം പുരോഗമിക്കുന്നത് എന്നാണ് അവർ അവകാശപ്പെടുന്നത്. എന്നാൽ ചില അക്രമികൾ ദില്ലിയുടെ വിവിധ ഭാഗങ്ങളിൽ സംഘടിച്ച് ആക്രമണങ്ങൾ നടത്താൻ പദ്ധതിയിടുന്നുണ്ടെന്നും ഇത്തരക്കാരുമായി CJPക്ക് യാതൊരുവിധ ബന്ധവുമില്ലെന്നും ദീപ്കെ പറഞ്ഞിരിക്കുകയാണ്. പ്രധാനമന്ത്രിയുടെ വസതിയിലേക്ക് മാർച്ച് നടത്തിയ രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ള മുതിർന്ന നേതാക്കളെ പോലീസ് ബലം പ്രയോഗിച്ച് കസ്റ്റഡിയിൽ എടുത്തതോടെ പ്രതിഷേധം കൂടുതൽ ശക്തമായിരിക്കുകയാണ്. വിഷയം പാർലമെന്റിൽ അടിയന്തരമായി ചർച്ച ചെയ്യണമെന്ന് രാഹുൽ ഗാന്ധി ആവശ്യപ്പെട്ടു. ഇന്നലെ പ്രതിപക്ഷ പ്രതിഷേധം ശക്തമായതോടെ പാർലമെന്റിന്റെ ഇരു സഭകളും ഇന്ന് കടുത്ത പ്രക്ഷുബ്ധതയ്ക്ക് സാക്ഷ്യം വഹിച്ചേക്കും. പ്രതിഷേധം ജനാധിപത്യത്തിന്റെ അവിഭാജ്യ ഘടകമാണ്. എന്നാൽ നിയമം ലംഘിച്ചും അതീവ സുരക്ഷാ മേഖലകളിലേക്ക് കടന്നും ഭരണഘടനാ പദവികൾ വഹിക്കുന്നവർ തന്നെ സമരമുഖത്ത് എത്തുമ്പോൾ ഉയരുന്ന ചോദ്യങ്ങൾ സാധാരണമല്ല. സത്യപ്രതിജ്ഞ, ഭരണഘടന, ദേശീയ സുരക്ഷ, രാഷ്ട്രീയ ഉത്തരവാദിത്തം ഇവയ്ക്കിടയിലെ അതിർത്തികൾ എവിടെയാണ് അവസാനിക്കുന്നത് എന്നതാണ് ഇപ്പോൾ രാജ്യത്തിന് മുന്നിലുള്ള പ്രധാന ചർച്ച. നാളെ ഇതേ രീതിയിൽ മറ്റൊരു സംസ്ഥാനത്ത് മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിക്ക് മുന്നിൽ സമരം നടന്നാൽ അതും അനുവദിക്കും അല്ലെങ്കിൽ നിയമം ഒരുപോലെ നടപ്പാക്കപ്പെടുമോ? ഈ സംഭവങ്ങൾ രാഷ്ട്രീയ പോരാട്ടത്തിനപ്പുറം രാജ്യത്തിന്റെ ജനാധിപത്യ സംവിധാനത്തെക്കുറിച്ചുള്ള വലിയ ചോദ്യങ്ങളാണ് ഉയർത്തുന്നത്. ഈ വിഷയത്തെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? എന്തുതന്നെയായാലും കമന്റ് ചെയ്യുക. പ്രതിഷേധം ജനാധിപത്യ അവകാശമാണോ അതോ നിയമപരിധി ലംഘിച്ച രാഷ്ട്രീയ നാടകമോ? നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഒപ്പം നമ്മുടെ ചാനൽ തത്വമയി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്. HIV അണുബാധ സന്തോഷപൂർണമായ ഒരു ജീവിതത്തിന് തടസ്സമല്ല. HIV അണുബാധയ്ക്ക് ഫലപ്രദമായ ചികിത്സ ഇന്ന് ലഭ്യമാണ്. ഇതിന് യഥാസമയം അണുബാധ കണ്ടെത്തുന്നതും കാലേക്കൂട്ടി ചികിത്സ നടത്തേണ്ടതും അത്യാവശ്യമാണ്. സൗജന്യമായ ചികിത്സയും മാർഗനിർദ്ദേശങ്ങളും സർക്കാർ ആശുപത്രികളിലെ ART അഥവാ
ഉഷസ് കേന്ദ്രങ്ങളിൽ ലഭ്യമാണ്. ആരോഗ്യ സംരക്ഷണം ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്.